CPIM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് കോന്നി അടവി കുട്ടവഞ്ചി കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി. പ്രദേശത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്നും. ശ്രീജിത്ത്, ഈ ഭീഷണിക്ക് പിന്നാലെ ഇപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടന അവിടെ ജോലിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തല ഇടപെടലിൻ്റെ സാധ്യതയുണ്ടോ? രണ്ടും CPM-ൻ്റെയും ഒരു ഘടകകക്ഷി വകുപ്പിൽ ആണല്ലോ ഇപ്പോൾ ഒരു CPM നേതാവിൻ്റെ ഈ അനാവശ്യ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വിജയകുമാർ, അതായത് രാവിലെ നമ്മളായിരുന്നു ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. CPIM നേതാവിന്റെ ഒരു വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ ഒരു കൈവെട്ടും, CITUവിന്റെ കൊടിയിൽ തൊട്ട് കഴിഞ്ഞാൽ കൈവെട്ടുമെന്ന തരത്തിലൊരു വിദ്വേഷ പ്രസംഗം നമ്മളായിരുന്നു ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷമായിരുന്നു വനംവകുപ്പിന്റെ ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഘട്ടം വരെയും പോലീസിൽ പരാതി നൽകാനോ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാനോ പോലീസോ അല്ലെങ്കിൽ വനംവകുപ്പോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ വനംവകുപ്പിന്റെ ഭൂമിയിൽ സ്ഥാപിച്ച കൊടി നീക്കം ചെയ്യണമെന്ന് കൃത്യമായ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ CPIM-ഓ അല്ലെങ്കിൽ CITU-ഓ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അവരാണ് പറഞ്ഞത്, ഒരു ഘട്ടത്തിൽ പോലും അവിടെ CPIM നേതാക്കളുടെ ഭീഷണി കൃത്യമായി ഉണ്ട്. തണ്ണിത്തോടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ആ മേഖലയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമാണ്. അടവി കുട്ടവഞ്ചി കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചു. അതിന്റെ ഭാഗമായാണ് അതിന്റെ ഉദ്യോഗസ്ഥർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശം അടച്ചിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ ഒരു കാരണവശാലും ഈ അടവി കുട്ടവഞ്ചി കേന്ദ്രം തുറക്കില്ല എന്നാണ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. വിജയകുമാർ. യെസ്, CPM നേതാവിന്റെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടന പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രം തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആ മേഖലയിലെ ജീവനക്കാരുടെ സംഘടന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.